മാറി മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. LDF UDF എന്ന തരത്തിൽ തന്നെ ഇപ്പോൾ ഒരു മൂന്നാം മുന്നണി കൂടി കേരളത്തിൽ ഉടലെടുത്തിരിക്കുന്നു. അത് NDA. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന പല നിയമസഭാ മണ്ഡലങ്ങളും ഉള്ള ഒരു ഇടമായി കേരളം മാറുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ജില്ലകളുണ്ട്. തിരുവനന്തപുരം, പാലക്കാട്, പത്തനംതിട്ട, കാസർഗോഡ്, അങ്ങനെ പല പല ജില്ലകൾ. തൃശ്ശൂർ പ്രധാനം. അങ്ങനെ ത്രികോണ മത്സരങ്ങൾ ശക്തമായി നടന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് ശേഷം 2016 അധികാരത്തിലെത്തിയ ഇടതുപക്ഷ സർക്കാർ തന്നെ 2021 അധികാരത്തിലെത്തുന്നു. അങ്ങനെ അധികാരത്തിലെത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് അവസാന ഘട്ടത്തിൽ സർക്കാരിന്റെ ശക്തി പ്രയോഗിച്ചുകൊണ്ട് കിറ്റുകളും മറ്റു കാര്യങ്ങളും വിതരണം ചെയ്തു തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അങ്ങനെ സുപരിചിതമല്ലാത്ത 10 വർഷക്കാലം കേരളം ഭരിച്ച ഒരു രീതി ഇടതുപക്ഷത്തിന് അവകാശപ്പെടാൻ സാധിക്കുന്നു. 2 തവണയും മുഖ്യമന്ത്രിയായിരുന്നത് പിണറായി വിജയൻ തന്നെയായിരുന്നു. ഇപ്പോൾ 5 വർഷം പൂർത്തീകരിക്കുവാൻ പോകുന്നു. 4ാം വാർഷികം ആഘോഷിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ. എന്നാൽ ആ 4ാം വാർഷികം പ്രതിപക്ഷത്ത് 10 വർഷമായിരിക്കുന്ന കോൺഗ്രസിനെ അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച എപ്രകാരമാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രധാനപ്പെട്ട വാർത്ത. സർക്കാരിന്റെ 4ാം വാർഷിക ദിനമായ മെയ് 20 UDF കരിദിനമായി ആചരിക്കുമെന്ന് കൺവീനർ അടൂർ പ്രകാശ് അറിയിക്കുകയുണ്ടായി. അന്ന് പ്രാദേശിക തലത്തിൽ UDF കരിങ്കൊടി പ്രകടനം നടത്തുകയും ചെയ്യും. നിയോജക മണ്ഡലത്തിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ MPമാർ, MLAമാർ, തദ്ദേശ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കും. കാരണം അത് അവരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമാണ്. അല്ലാതെയുള്ള എല്ലാ ആഘോഷ പരിപാടികളും UDF പൂർണ്ണമായി ബഹിഷ്കരിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. മെയ് 20 UDF കരിദിനമായി സർക്കാരിന്റെ ജനവിരുദ്ധ പ്രവർത്തനം തുറന്നുകാട്ടിയുള്ള ബദൽ പ്രചരണ പരിപാടികളും UDF സംഘടിപ്പിക്കും. ലഹരി വലയിൽപ്പെട്ട് ജീവിതം ഹോമിക്കുന്ന മകനെ ഭയന്നു കഴിയുന്ന അമ്മമാരുടെ നാടായി കേരളത്തെ മാറ്റി എന്നത് മാത്രമാണ് പിണറായി വിജയന്റെ 9 വർഷത്തെ ഭരണ നേട്ടമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു വയ്ക്കുന്നു. അതായത് കഴിഞ്ഞ 9 വർഷക്കാലം ഈ കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും എല്ലാ തരത്തിലും ജനങ്ങളെ ദുരിതത്തിലേക്ക് കെട്ടിത്താഴ്ത്തിയതല്ലാതെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന വാദമാണ് പുതിയതായി UDF കൺവീനറായി എത്തിയ MM ഹസന് ശേഷം എത്തിയ അടൂർ പ്രകാശ് പറയുന്നത്. സ്വാഭാവികമായും മെയ് 20 ഇടതുപക്ഷ സർക്കാരിന്റെ 4ാം വാർഷികമായി ആഘോഷിക്കുവാൻ പോകുമ്പോൾ എല്ലാ തരത്തിലുമുള്ള ആഘോഷങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിവെച്ച സാഹചര്യത്തിൽ മെയ് 20 വിഴിഞ്ഞം തുറമുഖം അടക്കമുള്ള വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു എന്നതടക്കമുള്ള വലിയ വികസന നേട്ടങ്ങൾ വിളിച്ചോതിക്കൊണ്ട് ഇടതുപക്ഷം നടത്തുവാൻ പോകുന്ന ആ 4ാം വാർഷിക വേദിയിൽ കാര്യമായ രീതിയിലുള്ള പ്രതിഷേധവും പ്രതികരണവും ഒക്കെ പ്രതിപക്ഷ പാർട്ടിയുടെ പക്കൽ നിന്നുണ്ടാകും എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. മെയ് 20 കോൺഗ്രസിനെ സംബന്ധിച്ച UDFനെ സംബന്ധിച്ച വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു കരിദിനമായി ആചരിക്കും. അവിടെ കോൺഗ്രസിന്റെ MPമാരുടെയും MLAമാരുടെയും ഒക്കെ കഴിവിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മാത്രം കൃത്യമായി നടക്കുകയും അല്ലാത്ത ഇടങ്ങളിലെല്ലാം പ്രതിഷേധവും ഒപ്പം കരിദിനമായി അത് ആചരിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് UDF കൺവീനർ അടൂർ പ്രകാശ്.